ഹലോ, ഞാനുണ്ടല്ലോ ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് ഗ്രീൻ പീസ് വാങ്ങിനെ. അവിടെ ഭയങ്കര ഇതിൻ്റെ സീസണായിപ്പോൾ ഒരുപാട് ഗ്രീൻ പീസ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് വരുമ്പം വാങ്ങിയതാണ്. അപ്പം ഇത് വേഗം വേകുന്ന സാധനമാണ്. നമുക്ക് നമ്മളാ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസും അല്ലേ, ഇത് ഫ്രഷാണ്. അപ്പം നമുക്ക് ഈ ഗ്രീൻ പീസ് ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഗ്രീൻ പീസ് ഇങ്ങനെ പൊളിച്ചിട്ട് ഞാനിപ്പം കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. 1 കിലോളം ഗ്രീൻ പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഞാനിങ്ങനെ പൊളിച്ചിട്ട് ഇതാണ് ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറി വെക്കാൻ, പനീർ കറിയാക്കാം, പുലാവ് ആക്കാൻ. ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ കൊണ്ടാക്കുന്നത് ഒരു പുലാവാണ്, വെജ് പുലാവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാന് ഹീറ്റ് ചെയ്യാം. പാന് ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 അണിയൻസും പച്ചമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലോണം എന്നിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. സോട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞളും ചേർത്തതിൻ്റെ ശേഷം കുറച്ച് സോയാബീൻ ചങ്ക്സും അതുപോലെ തന്നെ ഗരം മസാല പൗഡറും പിന്നെ കൊറിയാണ്ടർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം, അതിൻ്റെ റോ ഫ്ലേവർ പോകുന്നവരെ. ഒന്ന് റോ ഫ്ലേവറെല്ലാം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡബിൾ ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിയല്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബിരിയാണി റൈസ്, കൈമ റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പുലാവ്